നമ്മുടെ റെസിപ്പി സോയ ചങ്ക്സ് വെച്ചിട്ട് നല്ലൊരു ഫ്രൈ ആണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് സോയ ചങ്ക്സ് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി കുക്കറിൽ വേവിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂറിട്ട് കുതിർത്തെടുത്താലും മതി. ഇപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം മതി. വേവിച്ചെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. നല്ലതുപോലെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു മുട്ട, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയ ചങ്ക്സിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്കിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും ഒരു 2 കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചതും, 1 ടീസ്പൂൺ കാശ്മീരി മുളകും, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ അതൊന്ന് മസാല എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിനുള്ള നമ്മളെ സോയ ചങ്ക്സ് ഫ്രൈ റെഡിയായി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും നല്ല രുചിയായിട്ടുള്ളൊരു സോയ ചങ്ക്സ് ഫ്രൈ ആണ്. അപ്പോൾ ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സോയ ചങ്ക്സ് കഴിക്കാത്തവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും കഴിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്